അത്ഭുതകരമായ സംഭവം. അള്ളാഹുവിന്റെ റസൂലിന്റെ മദീനയിൽ ഞങ്ങൾ വന്ന് ഞങ്ങൾക്ക് ഭക്ഷണമില്ല. ഞങ്ങൾ ഇങ്ങനെ മദീന ഊര് ചുറ്റുമ്പോ എവിടെ പോകും, ആരോട് ചോദിക്കും, ആർക്കും തരാൻ അവിടെ കൈകളിലില്ല. അങ്ങനെ ഞങ്ങൾ അള്ളാഹുവിന്റെ റസൂലിന്റെ അരികത്തെത്തി. നബിയേ, ഞാൻ മിഖ്ദാദ് നബിയെ, അങ്ങയുടെ സ്വഹാബി, ഇതെന്റെ 2 കൂട്ടുകാർ, ഞങ്ങൾ 3 വിശന്ന് നടക്കുകയാണ് നബിയെ, ഞങ്ങൾക്ക് ഭക്ഷണമില്ല. തങ്ങൾ പറഞ്ഞു, അതിനെന്താ, എന്റെ കൂടെ കൂടിക്കോ, എന്റെ ഭക്ഷണം ഞാൻ നിങ്ങൾക്കും തരാം. നമ്മൾ 4 പേരും ഒരുമിച്ച് ഈ പള്ളിയിൽ താമസിക്കും. യാ അല്ലാഹ്, പള്ളിയിൽ താമസിക്കുന്നു. 3 ആടുകളുണ്ട്. ഹബീബായ നബി തങ്ങൾക്ക് അവിടെ ആരോ ഹദിയയായി കൊണ്ടുകൊടുത്തത്. തങ്ങൾ പറഞ്ഞു, ഈ ആടിന്റെ പാല്, 3 ആടിന്റെ പാലും കറന്ന് നമുക്ക് ഒരു ദിവസം നമ്മൾ 4 പേർക്ക് കുടിക്കാം. സന്തോഷമായി മിഖ്ദാദ് തങ്ങൾ പറയുന്നു, ഒരു ദിവസം കഴിഞ്ഞു, 2 കഴിഞ്ഞു, 3 കഴിഞ്ഞു, 4-5 ദിവസമായി. ഹബീബായ നബി തങ്ങൾക്ക് രാത്രി ഞങ്ങൾ ഓരോരുത്തർക്കും 1 കപ്പ് പാല് കുടിക്കാനുണ്ടാകും. അത് കുടിച്ചിട്ടാണ് കിടന്നുറങ്ങുന്നത്. അന്നൊരു രാത്രി അല്ലാഹുവിന്റെ റസൂൽ വരാൻ നേരമായി. എന്റെ 2 കൂട്ടുകാരും അവരവരുടെ ഓരോ കപ്പ് പാല് കുടിച്ചു. ഞാൻ എന്റേതും കുടിച്ചു. ഇനി 1 കപ്പ് അവിടെ ബാക്കിയുണ്ട്. ആ കപ്പിലേക്ക് ഇങ്ങനെ വിശക്കുന്ന കണ്ണുമായി ഞാനിങ്ങനെ നോക്കിയപ്പോ എന്റെ മനസ്സിലേക്ക് ഇബ്ലീസ് കയറി വന്നു. എന്നോട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലിന് എവിടെന്നെങ്കിലും ഭക്ഷണം കിട്ടിയിട്ടുണ്ടാകും, നബിക്ക് ഈ പാൽ ആവശ്യമുണ്ടാവില്ല, നീ അങ്ങ് കുടിച്ചേക്ക് എന്ന് ഇബ്ലീസ് എന്നോട് പറഞ്ഞു. ഞാൻ ആ കപ്പെടുത്ത് കുടിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് വറക്കാൻ തുടങ്ങി. റബ്ബേ, അല്ലാഹുവിന്റെ റസൂൽ എങ്ങാനും വരികയും പാല് ഹബീബിന് വേണമെന്നിരിക്കെ ഹബീബ് വിശന്നിട്ട് പാലിന്റെ പാത്രം എടുത്ത് നോക്കുമ്പോൾ എന്നും വെക്കുന്നിടത്ത് കാണാതിരിക്കുമ്പോൾ എനിക്കെതിരായി ഹബീബ് ദുആ ഇറക്കുമോ? 1 കപ്പ് പാല് കുടിച്ചതിന്റെ പേരിൽ എന്റെ ദുന്യാവും ആഖിറവും എനിക്ക് നഷ്ടപ്പെടുമോ എന്ന് പേടിച്ച് കഴിയുകയാണ് മിഖ്ദാദ് റളിയല്ലാഹു അൻഹു. ലോകത്തിന്റെ റഹ്മത്താണ് ഈ വരുന്നത്, ലോകത്തിന്റെ കരുണയാണ് ഈ വരുന്നത്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നതിന്റെ മുമ്പ് മിഖ്ദാദ് തങ്ങൾ പറയുന്നു, ഞാനൊരു പുതപ്പെടുത്തൊരു കിടത്തങ്ങട് കടന്നു. എന്റെ 2 കൂട്ടുകാരും ഉറങ്ങുന്നുണ്ട്. അവരുടെ കൂർക്കം വലി ഞാൻ കേൾക്കുന്നു. എനിക്കുറക്കം വരുന്നില്ല. എനിക്കൊരു പുതപ്പുണ്ട്. കാല് മറച്ചാൽ തല പുറത്ത്, തല മറച്ചാൽ കാല് പുറത്ത്. ഞാൻ എന്റെ തല മറച്ചൊരു കിടത്തം കിടന്നു. ഉറങ്ങിയ പോലെ പാല് കുടിച്ചതോ ഇല്ലാത്തതോ നബിയോട് പറയരുത് എന്ന് വിചാരിച്ച് കിടന്നു. അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ കടന്നു വരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മിഖ്ദാദ് തങ്ങൾ പറയുന്നു, ഞാൻ ഇങ്ങനെ അറിഞ്ഞു നബി തങ്ങൾ വന്നത്. ഫസല്ലമ, നബി തങ്ങൾ സലാം പറഞ്ഞു. എങ്ങനെയെന്ന് ആ സലാമിന്റെ പ്രത്യേകത ഉണ്ട്. ഉറങ്ങുന്ന ആളെ ഉണർത്തില്ല, എന്നാൽ ഉണർന്ന ആൾക്ക് കേൾക്കാനും കഴിയും. അങ്ങനത്തെ ഗൾഫിലൊക്കെ ബാച്ചലർ റൂമിൽ അങ്ങനത്തെ സലാമ പറയേണ്ടത് അല്ലെ. ചിലപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ് ഒരു നേരത്തെ ഒന്ന് കിടക്കുന്നുണ്ടാവും. ഉറങ്ങുന്നവരെ ഉണർത്താതെയും ഉണരുന്ന ഒരാൾക്ക് കേൾക്കാൻ കഴിയാതെയും കേൾക്കാൻ കഴിയുന്ന വിധം ഉറങ്ങുന്ന ആളെ ഉണർത്താതെയും ഉണർന്നിരിക്കുന്ന ഒരാൾക്ക് കേൾക്കാൻ കഴിയുന്ന വിധം വിധങ്ങൾ സലാം പറഞ്ഞു. ഞാൻ മിണ്ടാണ്ടിരുന്നു, കാരണം ഉറങ്ങിയ പോലെ കളിക്കാൻ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പാലുള്ള സ്ഥലത്തേക്ക് പോകുന്നു. പാത്രത്തിന്റെ മൂടിന് വിധങ്ങൾ പൊക്കി നോക്കുന്ന ശബ്ദം ഞാൻ അറിഞ്ഞു. അതിനുള്ളിൽ പാലില്ല. അത് ഞാൻ കുടിച്ച് കിടക്കുകയാണെന്ന് പറയാൻ ഒക്കുമോ? ഞാൻ തല താഴ്ത്തി നാണിച്ച് ലജ്ജിച്ച് കണ്ണു മൂടി കിടക്കുന്നു. ഇപ്പോൾ എനിക്കെതിരെ നബി ദുആ ഇറക്കുമോ? അല്ലാഹുവിന്റെ റസൂൽ എന്നോട് എന്തെങ്കിലും പറയുന്നതിന് ചോദിക്കുന്നതിന്റെ മുമ്പ് നബി തങ്ങൾ ഒരു ദുആയിരുന്നു. അല്ലാഹുമ്മ അത്ഇം മൻ അത്അമനാ വസ്ഖി മൻ സഖാനാ. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഭക്ഷണം നൽകിയവർക്ക്, എനിക്ക് ഭക്ഷണം നൽകുന്നവർക്ക് നീ ഭക്ഷണം നൽകണേ. എനിക്ക് കുടിക്കാൻ നൽകുന്നവർക്ക് നീ നിന്റെ പാനീയം കുടിപ്പിക്കണേ എന്ന് ഹബീബായ നബി തങ്ങൾ അടുക്കളയിൽ കാലിപ്പാത്രം നോക്കി ഒരു ദുആ. അങ്ങനെ ആരെങ്കിലും ചെയ്യൂ? ഭക്ഷണം കിട്ടിയാലേ ദ്വാരക്കുള്ളൂ. കാലിപ്പാത്രത്തിലേക്ക് നോക്കി നബി തങ്ങൾ ദ്വായിരുന്നപ്പോ മിഖ്ദാദ് റളിയല്ലാഹു അൻഹു പുതപ്പിന്റെ ഉള്ളിൽ നിന്ന് ചാടി ഒരു എഴുന്നേൽക്കല്. നബിയെ പൊറുക്കണേ നബിയെ, ഞാനാണത് കുടിച്ചത്. ഈ ദുഷ്ടനാണ് നബിയെ കുടിച്ചു പോയത്. ഇബ്ലീസ് എന്നെ കൊണ്ട് കുടിപ്പിച്ചു നബിയെ.
മിഖ്ദാദ് റളിയല്ലാഹു തആല അൻഹുവിന് വാവിട്ടൊന്ന് ഉറക്കത്തിൽ നബിയോട് ഉച്ചത്തിൽ പറയണമെന്നുണ്ട്, പക്ഷേ പറഞ്ഞിട്ടില്ല. മിഖ്ദാദ് റളിയല്ലാഹു അൻഹു ചാടി എഴുന്നേറ്റ് മൂർച്ചയുള്ള കത്തിയും നോക്കി ഒരു പോക്കാണ് പുറത്തേക്ക്. അള്ളാന്റെ റസൂലിന് ഭക്ഷണം കൊടുത്തവർക്ക് അല്ലാഹുവേ നീ ഭക്ഷണം കൊടുക്കണമെന്നല്ലേ ദുആ, ആ കൂലി എനിക്ക് വേണം. പാല്, ആടിന് പാലുണ്ടാവില്ല, പാല് രാത്രി കറന്നിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഒരാടിനെ അറുത്ത് ഹബീബായ നബി തങ്ങൾക്ക് തീ വെച്ച് ഹബീബിന് വേവിച്ച് ഞാൻ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും ഈ രാത്രി. അതിനാണ് ആ പോക്ക്. തങ്ങൾ ചോദിച്ചു, മിഖ്ദാദേ എങ്ങോട്ട്? ഇപ്പൊ വരെ നബിയെ. നോക്കുമ്പോൾ ആടിന്റെ അകിടുകൾ നോക്കുമ്പോൾ 3 ആടിന്റെ അകിടിലും നിറയെ പാല് വന്നിട്ടുണ്ട്. അങ്ങനെ ഉണ്ടാവാറില്ല. മിഖ്ദാദ് തങ്ങൾ പറയുന്നു, ഇതൊരു അത്ഭുതമാണ്. ഞാൻ ഹബീബിന്റെ അഹ്ലുബൈത്തിന് വീട്ടുകാരെല്ലാവരും ഒരു സദ്യ ഉണ്ടാക്കുമ്പോൾ അവർക്ക് എല്ലാവർക്കും വേണ്ട വലിയ ഒരു പാത്രമുണ്ട്, ഒരു കണ്ടെയ്നർ ഉണ്ട്. ഞാൻ ആ വലിയ പാത്രം കൊണ്ടുവന്ന് പാല് കറന്നു. ആ പാലിന്റെ നുര പാലിന്റെ നുരങ്ങ് പൊങ്ങി വന്നു. ആ വലിയ പാത്രം നിറയെ പാല് ഞാൻ ഹബീബിനെ കൊണ്ടുപോയി കൊടുത്തു. പറഞ്ഞു, നബിയേ ഇശ്റബ് യാ റസൂലല്ലാഹ്, കുടിച്ചോളൂ നബിയേ. ഹബീബിന്റെ പാല് കുടിച്ച കഥ എപ്പോഴും മഹാൻ പറഞ്ഞിട്ടില്ല. പറയാൻ മുട്ടി വന്നു, പക്ഷേ മിണ്ടിയില്ല. കുടിക്കും നബിയെ പാല്. അപ്പൊ നിങ്ങൾ, എനിക്ക് വേണ്ട നബിയെ, നിങ്ങൾ കുടിക്കിൻ. ഞങ്ങൾ കുടിച്ചു. ഇശ്റബ് യാ റസൂലല്ലാഹ്, നബിയേ അങ്ങ് ഒന്നുകൂടെ കുടിക്കിൻ. തങ്ങൾ കുറച്ചുകൂടെ കുടിച്ചു. വീണ്ടും പറഞ്ഞു, ഇനി എനിക്ക് വേണ്ട മിഖ്ദാദ്. ഇത് പറഞ്ഞപ്പോ മിഖ്ദാദ് റളിയല്ലാഹു അൻഹു ഒരു കരിമ്പടമാണ് അരമുണ്ടായി ഉടുത്തത്. മിഖ്ദാദ് റളിയല്ലാഹു അൻഹു ഹബീബിന്റെ മുന്നിൽ മണ്ണിലങ്ങ് ഉരുണ്ടൊരു കളി കളിച്ചപ്പോ ചിരിച്ചുകൊണ്ടങ്ങ് ഉരുണ്ട് വീണപ്പോ നബി തങ്ങൾ ചോദിച്ചു, മിഖ്ദാദേ ഔറത്ത് കണ്ടുപോകും, മിഖ്ദാദേ എന്തിനാണ് ഈ ഉരുളുന്നത്? പൊന്നാര നബിയേ, അങ്ങയുടെ പാല് കുടിച്ച വീരനാണ് നബിയെ ഞാൻ. അങ്ങനെക്കെതിരെ ദുആ ചെയ്യുമോ എന്ന് പേടിച്ച് ഉറക്കം നടിച്ച് കിടക്കുകയായിരുന്നു നബിയെ. സംഗതി ഇങ്ങനെയാണ് സംഭവിച്ചത്. ഇപ്പൊ അതിന് പാലുണ്ടായി, അങ്ങ് കുടിച്ചു. ഹബീബേ, അങ്ങേക്ക് ഭക്ഷണം നൽകിയവർക്ക് അള്ളാഹു ഭക്ഷണം നൽകുമെന്ന് അങ്ങ് ദുആയിരുന്നല്ലോ, അതുകൊണ്ട് ആ ദുആ കിട്ടാനാണ് ഞാൻ ഇപ്പൊ എണീറ്റ് വന്നത് നബിയെ. നബി തങ്ങൾ പറഞ്ഞു, മിഖ്ദാദേ എന്നാൽ ഇത്രയും പാല് കിട്ടിയ സ്ഥിതിക്ക് നിങ്ങളുടെ ഉറങ്ങുന്ന 2 കൂട്ടുകാരെയും വിളിച്ചു ായിരുന്നു. വേണ്ട നബിയെ, എനിക്ക് ആ കൂലി കിട്ടിയല്ലോ, ഇനി മതി നബിയെ, അവർക്കത് കിട്ടണമെന്നില്ല, എനിക്കത് ലഭിച്ചല്ലോ എന്ന് പറഞ്ഞ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ കൂട്ടുകാരന്റെ ഈ തമാശ കണ്ട് ചിരിച്ച് മഹാനായ മിഖ്ദാദ് റളിയല്ലാഹു അൻഹുവിന് വേണ്ടി ദുആ ചെയ്തു കൊടുത്തു. അല്ലാഹുവേ, എന്റെ മിഖ്ദാദിന് നീ സ്വർഗ്ഗത്തിന്റെ ഭക്ഷണം കൊടുക്കണമേ. ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ രീതിയാണത്. മുത്തുനബി തങ്ങൾ പട്ടിണി കിടക്കുമ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി ഭക്ഷണത്തിന് വേണ്ടി ദുആ ചെയ്തു കൊടുത്തവർ. ഹബീബായ നബി തങ്ങൾ എതിരെ ദുആ ഇറക്കുമോ എന്ന് പേടിച്ചിരുന്നപ്പോൾ അനുകൂലമായ പ്രാർത്ഥന കിട്ടിയ മിഖ്ദാദ് റളിയല്ലാഹു അൻഹു ഹബീബായ നബി തങ്ങൾ ഭക്ഷണത്തിലെ ബറക്കത്തിന് വേണ്ടി ദുആ ഇറക്കുകയാണ് ഇവിടെ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ, അല്ലാഹുവേ ഈ ഭക്ഷണത്തിൽ ഞങ്ങൾക്ക് ബറക്കത്ത് നൽകണമേ. അങ്ങനെ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ പറിച്ചു വെച്ച അല്ലെങ്കിൽ ചീന്തി വെച്ച കൊച്ചു കൊച്ചു റൊട്ടിയുടെ കഷ്ണങ്ങൾ വെണ്ണയുടെ നനവിലായി ഹബീബായ നബി തങ്ങൾ 10 പേര് 300 ആളുകൾ ആ ഭക്ഷണം കഴിച്ചിറങ്ങുമ്പോഴും ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹയുടെ ഭക്ഷണം തീർന്നിരുന്നില്ല എന്ന് മഹദിയായ സ്വർഗ്ഗത്തിലേക്ക് പോയിട്ടുണ്ടെന്ന് നബി തങ്ങൾ പറഞ്ഞ ഉമ്മു സുലൈം അർ-റുമൈസാ റളിയല്ലാഹു തആല അൻഹ ഹബീബായ നബി തങ്ങൾക്ക് വിരുന്നൊഴുക്കിയ മഹത്തുക്കളാണിവർ. ഹബീബായ നബി തങ്ങളുടെ മുമ്പിൽ അനസ് റളിയല്ലാഹു അൻഹുവിനെ സമർപ്പിച്ച മഹദിയാണത്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ ത്യാഗനിർഭരമായ ജീവിതം നയിച്ച മഹദി.